കേരളീയ ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ 4th യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിരുന്നു ഗലീലിയോ. പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. ശുക്രാചാര്യ എഴുതിയ ലേഖായിരുന്നു പാഠം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റീസ് തന്നിരിക്കുന്ന ഒരു ഡയറിയും ഒരു കോൺവെർസേഷണൽ ടേബിളുമാണ്. വായിച്ചു തരാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഗലീലിയോ കോ ഐസാ ലഗ് രഹാ താ കി ചാന്ദ് ഭി ഉസ്കെ സാത്ത് സാത്ത് ചൽ രഹാ ഹേ. ഗലീലിയോയ്ക്ക് തോന്നി ചന്ദ്രനും അവൻ്റെ കൂടെ ചലിക്കുന്നത് പോലെ ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഈ അനുഭവത്തെ ഇസ് അനുഭവം കെ ബാരമേ അപ്പനി ഡയറി ലിഖേ. ഈ അനുഭവത്തെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ ഡയറി തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഡയറി എഴുതുമ്പോൾ ഡയറിയിൽ നിന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഡേറ്റും ഡേ ആഡ് ചെയ്യണം. നമുക്കതിൻ്റെ ഫോമാറ്റ് അറിയാം. വായിച്ചു തരാം. നോക്കിയേ. മേരെ ജീവൻ മേ ഏക അനോഖ ഘടന ഹുയി ഥി. എൻ്റെ ജീവിതത്തിൽ അനോഖ വിചിത്രമായ ഒരു ഘടനാ സംഭവം ഉണ്ടായി. ആജ് പൂർണ്ണമാസി കി രാത് ഥി. ഇന്ന് വെളുത്തവാവ് ദിവസത്തെ ഒരു രാത്രി ആയിരുന്നു. മേൻ ചാന്ദ് കോ ദേഖ് കർ ഏക പഹാഡോം പർ ചട്ട് രഹാ ഥാ. ചാന്ദ് ചന്ദ്രൻ പഹാഡ് പർവ്വതം. ഞാൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒരു പർവ്വത നിരയിലേക്ക് കയറുക ആയിരുന്നു. തബ് മുझे ലഗാ കി ചാന്ദ് മേരെ സാത്ത് സാത്ത് ചട്ട് രഹാ ഹേ. എനിക്കപ്പോൾ തോന്നി ചന്ദ്രനും എൻ്റെ കൂടെ കയറുന്നതായി, മുകളിലേക്ക് കയറുന്നതായി എനിക്ക് തോന്നി. മേം ഉദാർത്തെ സമയം മുझे ലഗാ കി ചാന്ദ് ഭി മേരെ സാത്ത് സാത്ത് ഉദർ രഹാ ഹേ. ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നി ചന്ദ്രനും എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങുന്നത് പോലെ തോന്നി ആ കുട്ടിയുടെ കൂടെ. मैंने सोचा कि सोचना ചിന്തിക്കുക കഹീം ഐസാത്തോ നഹിങ്കി ചാന്ദ് അപ്നി ജഗഹ് പർ സ്ഥിർ ഹേ. ജഗഹ് സ്ഥലം. അവൻ ചിന്തിക്കുകയാണ് ചന്ദ്രൻ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് തന്നെ നിലകൊള്ളുകയാണോ. और മേരി നസർ നച്ച ദൃഷ്ടി ഹി തോക്കാ കാ രഹി ഹേ. അതോ തൻ്റെ കണ്ണുകൾക്കുള്ള തോന്നൽ മാത്രമാണോ എന്ന് ആ കുട്ടി ചിന്തിച്ചു. ചന്ദ്രൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണോ അതോ തൻ്റെ കണ്ണുകൾക്കുള്ള തോന്നലാണോ എന്നാണ് ആ കുട്ടി ചിന്തിച്ചത്. മേ സബൂത്ത് സേ കുച്ച് നഹീം സ്വീകർത്താ. ഞാൻ സബൂത്ത് എന്ന് വെച്ചാൽ തെളിവുകളില്ലാതെ ഒന്നും തന്നെ സ്വീകർത്താത അംഗീകരിക്കുകയും ചെയ്യില്ല. മേരെ ദോസ്ത് സേ പഹാഡ് പർ ചട്ടെ और ഉദാഹരണ സേ കഹ. ഞാൻ എൻ്റെ ദോസ്തിനോട് ആ പഹാഡ് പർവ്വതനിരയിലേക്ക് കയറുവാനും ഇറങ്ങുവാനും പറഞ്ഞു. ഉസ്നെ കഹ. അവൻ പറഞ്ഞു പഹാഡ് പർ ചട്ടെ സമയം ചാന്ദ് ഭി സാത്ത് സാത്ത് ചട്ട് രഹാദ. പർവ്വതത്തിലേക്ക് കയറിയ സമയത്ത് ചന്ദ്രനും അവൻ്റെ കൂടെ കയറുന്നുണ്ടായിരുന്നു. ജബ് കി ലഡ്കോം കോ ലഗാ രഹാദ കി ചാന്ദ് ഉസ്കെ സാത്ത് സാത്ത് ഉദർ രഹാദ. പിന്നീട് അവന് തോന്നി താഴേക്ക് ഇറങ്ങിയപ്പോൾ ചന്ദ്രനും അവൻ്റെ കൂടെ ഇറങ്ങി വരുന്നതായി തോന്നി. മുझे സമച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചാന്ദ് സ്ഥിർ ഹേ. ചാന്ദ് ഒരു സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്നു. ചട്ന ഉദാർണ ഹമാരി നസ്രോങ്ക തോക്ക ഹേ. ചട്ന കയറുക, ഉദർണ ഇറങ്ങുക. ആ ചന്ദ്രൻ മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു, അല്ലെ ചലിക്കുന്നു എന്നത് നമ്മുടെ കണ്ണുകളുടെ തോന്നൽ മാത്രമാണ് എന്ന കുട്ടിക്ക് മനസ്സിലായി. അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താണെന്ന് നോക്കിയേ. ചന്ദ്രൻ ഒരു സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്നു, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചലിക്കുന്നു എന്നത് കണ്ണുകൾക്കുള്ള തോന്നൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു. യഹേക്ക് ശുഭ പ്രതീക്ഷോം കാ ദിൻ ഥാ. ഇതൊരു ശുഭ പ്രതീക്ഷയുടെ ദിനം തന്നെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡയറി അതൊരു കോളത്തിനകത്ത് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയ ക്വസ്റ്റ്യൻ. ലേഖകെ ആധാർ പർ ക്രമബദ്ധ കരോ. ലേഖനത്തെ അടിസ്ഥാനമാക്കി ക്രമത്തിൽ എഴുതുക. സ്റ്റോറി അനുസരിച്ച് തന്നിരിക്കുന്ന പോയിന്റുകൾ ക്രമത്തിൽ എഴുതുക. വായിച്ചു തരാം. वह अपनी नफ्स का इस्तेमाल कड़ी के रूप में करता है. विभिन्न धातुओं के गोलों को लेकर प्रयोग करता है. वह फानुस के चूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है. वह स्कूल में चूलने वाले फानुस का निरीक्षण करता है. ഇങ്ങനെയാണ് 4 പോയിന്റുകൾ തന്നിരിക്കുന്നത്. അതിൽ ഞാനിവിടെ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 എന്ന്. ആ ക്രമത്തിൽ എഴുതാവൂ. അങ്ങനെ വേണം എഴുതി കൊടുക്കണം. നമ്പർ ആഡ് ചെയ്യല്ലേ, എഴുതി കൊടുക്കുക. കഥയനുസരിച്ചാണ് ആദ്യത്തെ, ഒന്നാമത്തെ, അവസാനത്തെയാണ്. നോക്കിയേ. വക സ്കൂൾ മേ ചൂലിനെ വാലെ ഫാനൂസ് കാ നിരീക്ഷണം കർത്താ ഹേ. അവൻ സ്കൂളിലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു റാന്തൽ വിളക്കിനെ നിരീക്ഷിക്കുകയും ചെയ്തു. രണ്ടാമത്തെ നോക്കിയേ. വഹ ഫാനൂസ് കെ ചൂലിനെ കി ദൂരി और समय के आपसी संबंध को लेकर അനുമാൻ करता है. അവൻ റാന്തൽ വിളക്കിൻ്റെ ആട്ടത്തിൻ്റെ ആ ദൈർഘ്യവും സമയവും ആപസി സംബന്ധ പരസ്പരമായിട്ടുള്ള ബന്ധമെടുത്താണ് അനുമാൻ കർണ അത് തീരുമാനിക്കുകയും ചെയ്തത്. സ്റ്റോറി അറിയാലോ.
അടുത്ത മൂന്നാമത്തത് നോക്കിയേ, വഹ അപ്പനെ നഫ്സ് കാ ഇസ്തേമാൽ കടി കെ രൂപമേയും കർത്താഹേ. അവൻ്റെ നഫ്സ് എന്ന് വെച്ചാൽ ഞരമ്പിൽ എന്ന ആ ഒരു സാധാരണഗതിയിലും പിന്നെ എന്താ സ്പീഡും വേഗത്തിലും പോയ ആ സ്റ്റോറി ഓർമ്മയുണ്ടല്ലോ. അവൻ്റെ ഞരമ്പിലെ ആ തത്വമാണ് കടി എന്ന് വെച്ചാൽ വാച്ചിലും ആ രൂപം തന്നെയാണ്, ആ തത്വം തന്നെയാണ് അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തത്. അടുത്തത് വിഭിന്ന ധാതുക്കെ ഗോളോങ്കോ ലേക്കർ പ്രयोग करता है. വ്യത്യസ്തമായ ധാതുക്കളെ ലോഹങ്ങളാക്കിയിട്ട് അവൻ പ്രयोग करता है. പ്രയോഗം എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് ആരംഭിക്കുകയും ചെയ്ത പ്രയോഗം അല്ലേ, നിരീക്ഷണം ആരംഭിച്ചു അല്ലെ, പ്രയോഗിച്ചു. നോക്കിയേ, അങ്ങനെ 4 ആ രീതിയിൽ തന്നെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് കോൺവെർസേഷനാണ്, വായിച്ചു തരാം, നോക്കിയിരിക്കണം. ഗലീലിയോയും പിതാജിയുമായിട്ടുള്ള വാർത്താലാപ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ, മുച്ചേ വൈജ്ഞാനിക ബനാനേക്കാ മൻ ഹേ തോ മേ വിജ്ഞാൻ ക്യോം ന പഠു. ഞാൻ വൈജ്ഞാനിക എന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റ് ആയിത്തീരാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മേം വിജ്ഞാൻ എന്ന് വെച്ചാൽ ശാസ്ത്രം, പിന്നെ എന്തിന് ഞാൻ ശാസ്ത്രം പഠിക്കാതിരിക്കണം എന്ന അച്ഛനോട് കുട്ടി ചോദിക്കുന്ന ഭാഗം. അതിൻ്റെ അടിസ്ഥാനമാക്കി ഗലീലിയും പിതാക്ക് ബീച്ച് പിതാന്ന് വെച്ചാൽ അച്ഛൻ്റെയും ബീച്ച് ഇടയിലുള്ള വാർത്താലാപ് കോൺവെർസേഷൻ എഴുതുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കിയേ, വായിച്ചുതരാം. പിതാജി ആദ്യം നോക്കിയേ, അച്ഛനാണ്. മേൻ തുമേ ഡോക്ടർ ബനാന ചാഹത്താ ഹും. ഞാൻ നിന്നെ ഡോക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ നീ ഒരു ഡോക്ടർ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് ഗലീലിയോ, ലേക്കിൻ മേരി ഇച്ഛാത്തോ വൈജ്ഞാനിക ബനാനെ കാഹേ. പക്ഷേ എൻ്റെ ആഗ്രഹം ഒരു വൈജ്ഞാനിക ശാസ്ത്രജ്ഞൻ ആയിത്തീരുക എന്നതാണ് എന്ന് കുട്ടി പറഞ്ഞു. അത് കേട്ട് പിതാജി, ഇസ്സേ തുമേ വിഷയ ബദൽ കിയ. അതുകൊണ്ടാണോ നീ വിഷയം ബദൽ കിയ എന്ന് വെച്ചാൽ മാറ്റിയത്? അത് മെഡിസിൻ കൊണ്ട് ചേർത്തതാണ്. കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് വൈജ്ഞാനിക ആകാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയത്. അതാണ് ചോദിച്ചത്, ഇസ്സേ തുമേ വിഷയ ബദൽ ലിയ. അതുകൊണ്ടാണോ നീ വിഷയം മാറ്റിയത്? ഗലീലിയോ, ഹാം, അതെ. आप ही तो कहते थे कि सच कहने में और सच निभाने में भगवान से भी डरना नहीं चाहिए. താങ്കളല്ലേ പറഞ്ഞത് സത്യം പറയുവാനും സത്യം നിഭാന നിറവേറുവാനും ദൈവത്തെ പോലും ഡർന ഭയക്കേണ്ട ആവശ്യകത ഇല്ലേ എന്ന് താങ്കളല്ലേ പറഞ്ഞത് എന്ന് അച്ഛനോട് ചോദിച്ചു. പിതാജി പറയാണ്, വഹത്തോ സഹിഹേ, അതാണ് ശരി. സഹി എന്ന് വെച്ചാൽ ശരി. അപ്പോൾ ഗലീലിയ മുച്ചേ വൈജ്ഞാനിക ബനാനെ അല്ലെ ബനിനേക്കാ മൻഹേ തോ മേ വിജ്ഞാൻ ക്യോം ന പഠും. എനിക്ക് ഒരു സയൻറ്റിസ്റ്റ് അല്ലെ ശാസ്ത്രജ്ഞൻ ആകാനാണ് ആഗ്രഹം. പിന്നെ ഞാൻ എന്തിന് വിജ്ഞാനം സയൻസ് പഠിക്കാതിരിക്കണം എന്ന കുട്ടി ചോദിച്ചു. പിതാജി പറയണേ, മേൻ തുംസെ യഹി സുനിന ചാഹത്താ ഥാ. എന്ന് വെച്ചാൽ ഞാൻ നിന്നിൽ നിന്നും ഇത് കേൾക്കാനാണ് ആഗ്രഹിച്ചത്. അവർ ഈ ഭാവനാക്കോ ബനായ രഖ്നാഹേ, ഈ ഒരു തീരുമാനം എന്നും സൂക്ഷിക്കുകയും അല്ലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹം അറിയിച്ചു. അത് കേട്ട് ഗലീലിയ പറയാണ്, മേനെ സോച്ച ആപ്പ് മച്ചസേ നാരാസോത്തെ. ഞാൻ ചിന്തിച്ചു താങ്കൾ എന്നോട് നാരാസെ ദേഷ്യപ്പെടും എന്ന്. പിതാജി വയ്ക്കുകയാണെങ്കിലോ, എന്തിന്? ത്വം സച്ച് വൈജ്ഞാനിക ബൻ പാവുങ്കെ. നീ ഒരു ശരിക്കും നല്ല സച്ച് വൈജ്ഞാനിക നല്ലൊരു ശാസ്ത്രജ്ഞൻ ആയിത്തീരുകയും ചെയ്യും. ഗലീലിയോ, ഇസ്കെ ലിയെ ഹമേശ ആപ്കാ ആശീർവാദ് ചാഹിയെ. ഇതിനു വേണ്ടി ഹമേശ എല്ലായ്പ്പോഴും താങ്കളുടെ ആശീർവാദം വേണം. അതുകൊണ്ട് പിതാജി പറഞ്ഞു, സെരൂർ തീർച്ചയായും. സെരൂർ എന്ന് വെച്ചാൽ തീർച്ചയായും. മേരാ ആശീർവാദ് തുമാരെ സാത്ത് ഹോഗ. എൻ്റെ ആശീർവാദം തീർച്ചയായും നിൻ്റെ കൂടെ ഉണ്ടാകും. ഗലീലിയോ, ആപ്കി ബാത് മേരെ ജീവൻ മേ സദാ യാദ് രഖേഗ. താങ്കളുടെ ഈ ബാത്ത് എന്ന് വെച്ചാൽ കാര്യം, അല്ലെങ്കിൽ താങ്കളുടെ ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. പിതാജി ടേക്ക് ഹേ. ശരിയെന്ന്. ഈ കോൺവെർസേഷൻ പരീക്ഷയ്ക്ക് കൊള്ളാം കേട്ടോ. ഡയറിയോ കോൺവെർസേഷൻ നല്ലതാണ്, പഠിച്ചു വയ്ക്കുക. ബാക്കി ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ തരാം. പോസ്റ്ററും ഒക്കെ ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ തരാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.